എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2025 ഒക്ടോബർ 10 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ CPO റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളും സിലബസ് ഒക്കെ അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല സ്പെഷ്യൽ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentgala.com ഈ ബുക്ക് ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. സിലബസ് ഓറിയന്റ് ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentgala.com എന്നിവയിലൊക്കെ തന്നെ ഈ ബുക്ക് ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ 2025 ഒക്ടോബർ 15 മുതൽ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഓഫ്ലൈൻ ബാച്ചസ് നമ്മുടെ തമ്പാനൂർ ബ്രാഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 5 മണി വരെയാണ്, അതായത് രാവിലെ 10 മുതൽ 5 മണി വരെയാണ് നമ്മുടെ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട 2 നിയമനങ്ങളാണ്. അതിൽ ആദ്യത്തെ നിയമനം എന്ന് പറയുന്നത് സന്തോഷ് ട്രോഫി ഫുട്ബോളിലുള്ള കേരള ടീമിന്റെ മുഖ്യ പരിശീലകൻ ആരാണ്? അത് M. ഷഫീഖ് ഹസൻ. അപ്പോൾ ഇതാണ് സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിന്റെ മുഖ്യ പരിശീലകൻ M. ഷഫീഖ് ഹസൻ ആണ്. അപ്പോൾ ഇതുവരെയും ആ ഒരു സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ഫൈനൽ എവിടെയാണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കേരള ടീം ഇതൊന്നും വന്നിട്ടില്ല. ആ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. ഇപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിന്റെ മുഖ്യ പരിശീലകൻ ആരാണ്? അത് ഷഫീഖ് ഹസൻ ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ്. അതായത് യുനെസ്കോ എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടന നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സംഘടനയാണ്. സോ അതിന്റെ പുതിയ ഡയറക്ടർ ജനറൽ എന്ത് ചെയ്യാൻ പോവുകയാണ്, നിയമിതനാകാൻ പോവുകയാണ്. അപ്പോൾ യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനാകുന്നത് ആരാണ്? അത് ഖാലിദ് എൽ ഇനാനി. ആരാണ്? ഖാലിദ് എൽ ഇനാനി ആണ് എന്തായിട്ട് യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനാകുന്നത്. സോ ഈ ഒരു നിയമനം കൂടി ഒന്ന് ഓർക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് 300 കോടി രൂപ മറികടക്കുന്ന ആദ്യ മലയാള ചിത്രം. ഇപ്പോൾ എന്താണ് 300 കോടി കളക്ഷൻ മറികടക്കുന്ന ആദ്യ മലയാള ചിത്രം ഏതാണ്? അത് ലോക ചാപ്റ്റർ 1. ഏതാണ്? ലോക ചാപ്റ്റർ 1 ആണ്. ഇപ്പോഴത്തെ ഒരു എന്താണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണത്. അപ്പോൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. 300 കോടി രൂപ കടക്കുന്ന ആദ്യ മലയാള ചിത്രം ലോക ചാപ്റ്റർ 1 ആണ്. ഇനി 100 കോടി ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, PSCയും ചോദിച്ചതാണ്, അത് പുലിമുരുകനാണ്. ഇനി അടുത്തൊരു പുസ്തകമാണ്. അതായത് ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ്, ശരിക്കും പറഞ്ഞ ഒരു നോവലാണ് കേട്ടോ. അപ്പോൾ ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാണ്? M. മുകുന്ദൻ. ആരാണ്? M. മുകുന്ദൻ. നമുക്കറിയാവുന്ന ഒരു എഴുത്തുകാരനാണ് M. മുകുന്ദൻ എന്ന് പറയുന്നത്. അതായത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ഇനി അതുപോലെ തന്നെ ഡൽഹി ഗാഥകൾ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ JCB പുരസ്കാരം നേടിയ ഒരു എഴുത്തുകാരനാണ് ആരെന്ന് പറയുന്നത്? M. മുകുന്ദൻ. സോ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം ഏതാണ്? ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് 2025 എന്താണ് കെമിസ്ട്രി നൊബേൽ, അതായത് രസതന്ത്ര നൊബേൽ എന്ത് ചെയ്തിരിക്കുന്നു, പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓരോന്നായിട്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ കെമിസ്ട്രി നൊബേലാണ് നമ്മൾ അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുരസ്കാരം ആർക്കൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പേർക്കാണ് കേട്ടോ. അപ്പോൾ 2025 കെമിസ്ട്രി നൊബേൽ 3 പേർക്കാണ്. ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സുസുമു കിറ്റാഗാവ. ആരാണ്? സുസുമു കിറ്റാഗാവ. ഇനി അതുപോലെ തന്നെ റിച്ചാർഡ് റോബ്സൺ. ആരാണ്? റിച്ചാർഡ് റോബ്സൺ. ദെൻ ഒമർ M. യാഗി. ആരാണ്? ഒമർ M. യാഗി. സോ 3 പേർക്കാണ്. ആരൊക്കെ? സുസുമു കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ M. യാഗി. ഈ 3 പേർക്കുമാണ് 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ വികസനത്തിനാണ് പുരസ്കാരം. ഇനി അതുപോലെ തന്നെ 2024 പുരസ്കാരം 3 പേർക്കായിരുന്നു. ആർക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെയായിരുന്നു? അത് ജോൺ M. ജമ്പർ, അതുപോലെ തന്നെ ഡെമിസ് ഹസബിസ്, അതുപോലെ തന്നെ ഡേവിഡ് ബക്കർ. ഇവർക്ക് 3 പേർക്കുമായിരുന്നു പുരസ്കാരം. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 2025 സെപ്റ്റംബർ 19 വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു അസമീസ് ഗായകൻ അല്ലെങ്കിൽ ഒരു ബോളിവുഡ് ഗായകനായിട്ടുള്ള സുബീൻ ഗാർഗ് എന്ത് ചെയ്തു? അന്തരിച്ചു. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത കാര്യമാണ്. 2025 സെപ്റ്റംബർ 19 സുബീൻ ഗാർഗ് എന്ത് ചെയ്തത്? അന്തരിച്ചത്. സോ ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ പേര് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തോടുള്ള ഒരു ആദര സൂചകമായിട്ട് കാസിരംഗ ദേശീയോദ്യാനത്തിൽ പിറന്ന ആനക്കുട്ടിക്ക് മായാബിനി എന്ന് പറയുന്ന
പറയുന്ന പേര് നൽകി. അപ്പോൾ കാസിരംഗ ദേശീയോദ്യാനത്തിൽ പിറന്ന ആനക്കുട്ടിക്ക് മായാബിനി എന്ന് പറയുന്ന പേര് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹവും ഈ മായാബിനിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു ആൽബത്തിലെ ഗാനമാണ് എന്തെന്ന് പറയുന്നത്, മായാബിനി എന്ന് പറയുന്ന ഗാനം. സോ അതുകൊണ്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ അസമീസ് ബോളിവുഡ് ഗായകനായിട്ടുള്ള സുബീൻ ഗാർഗിന്റെ സ്മരണയ്ക്കായിട്ട് കാസിരംഗ ദേശീയോദ്യാനത്തിൽ പിറന്ന ആനക്കുട്ടിക്ക് എന്ത് പേര് നൽകി, മായാബിനി എന്ന് പറയുന്ന പേര് നൽകി. ഈ മായാബിനി എന്ന് പറയുന്നത് എന്താണ്, ഇദ്ദേഹത്തിന്റെ ഒരു ആൽബത്തിലെ ഗാനമാണ്. സോ അതുകൂടി നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ചികിത്സയ്ക്കായിട്ട് ആശുപത്രികളിൽ വരുന്നവരെ രോഗികൾ എന്നല്ല മറിച്ച് മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന ഉത്തരവിറക്കിയത് ഏത് സംസ്ഥാനമാണ്? അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ആശുപത്രികളിൽ ചികിത്സയ്ക്ക് എത്തുന്നവരെ രോഗികൾ എന്നല്ല വിളിക്കേണ്ടത്, പിന്നെ എന്താണ്, മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് വിളിക്കണം എന്ന് ഉത്തരവിറക്കിയ സ്റ്റേറ്റ് ഏതാണ്? അത് തമിഴ്നാടാണ്. നമുക്കറിയാം തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പ്രത്യേകിച്ച് അവയവദാനം ചെയ്യുന്ന ആൾക്കാരുടെ എന്താണ്, മരിക്കുന്ന സമയത്ത് അവർക്ക് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ബഹുമതിയോടുകൂടി എന്ത് ചെയ്യുന്നു, അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്, രോഗികൾ എന്നല്ല മറിച്ച് എന്താണ് പറയേണ്ടത്, മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്നാണ് അവരെ വിളിക്കേണ്ടത് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇതാണ്, തമിഴ്നാടാണ്. ഇനി അടുത്തത് ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് 2025 നവംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അപ്പോൾ 2025 നവംബർ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ബീഹാർ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഏതാണ്? ബീഹാർ ആണ്. കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഇതേ ബീഹാർ തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജാതി സെൻസസ് നടപ്പാക്കിയെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ട് നടക്കുന്നതും എവിടെയാണ്? ബീഹാറിലാണ്. സോ അതുകൂടി നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യും. ഇനി അടുത്തൊരു വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്തൊരു വിമാനത്താവളം. അപ്പോൾ നവി മുംബൈ വിമാനത്താവളത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം എന്ത് ചെയ്തിരിക്കുന്നു, ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നവി മുംബൈ വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ഒക്ടോബർ 8. 2025 ഒക്ടോബർ 8 നവി മുംബൈ വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം ആര് ഉദ്ഘാടനം ചെയ്തു? നരേന്ദ്രമോദി നിർവഹിച്ചു. ആരാണ്? നരേന്ദ്രമോദി നിർവഹിച്ചിരിക്കുകയാണ്. ഇത് വളരെ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം. ഇനി രണ്ട് പ്രത്യേകതകൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ട ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രണ്ട് പ്രത്യേകതകൾ നോട്ട് ചെയ്യണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ വിമാനത്താവളമായിട്ട് മാറാൻ പോകുന്നത് ഈ ഒരു വിമാനത്താവളമാണ്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തേന്ന് പറയുന്നത് വാട്ടർ ടാക്സി വഴി ബന്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം എന്ന് പറയുന്നതും ഏതാണ്? ഈ ഒരു നവി മുംബൈ വിമാനത്താവളമാണ്. സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക. അപ്പോൾ രണ്ട് പ്രത്യേകതകൾ, ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി, ദെൻ ഉദ്ഘാടനം ചെയ്തത് 2025 ഒക്ടോബർ 8. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ്. അതായത് 2025 വ്യോമസേനാ ദിനത്തിന്റെ വേദി എവിടെയാണ്? അത് ഗാസിയാബാദ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വ്യോമസേനാ ദിനം എന്നാണ്? അത് ഒക്ടോബർ 8 എന്നാണ്. ഒക്ടോബർ 8 വ്യോമസേനാ ദിനം എന്ന് പറയുന്നത്. സോ ഈ ഒരു ദിനം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഒളിമ്പ്യൻ അമൻ സെഹ്റാവത്തിനെ എന്ത് ചെയ്തു? ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ ഒരു വർഷത്തേക്ക് വിലക്കി. അപ്പോൾ എന്താണ്? അമൻ സെഹ്റാവത്തിനെ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ ഒരു വർഷത്തേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? വിലക്കിയിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ വെയിറ്റ് കൂടിയതിനെ തുടർന്നാണ് എന്ത് ചെയ്തത്? വിലക്കിയത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഒളിമ്പ്യനെ എന്ത് ചെയ്യുന്നത്? അച്ചടക്കമില്ലായ്മയുടെ പേരിൽ ഇന്ത്യൻ സംഘടന എന്ത് ചെയ്യുന്നത്? വിലക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി ഈ പറയുന്ന അമൻ സെഹ്റാവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം 2024 പാരീസ് ഒളിമ്പിക്സിലെ 57 കിലോഗ്രാം വിഭാഗത്തിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡലിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന അമൻ സെഹ്റാവത്താണ്. ദെൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന് 2024 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് 10th ലെവൽ എക്സാമിന്റെ ഒരു ബഹളമാണ്. നമുക്കറിയാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ബെബ്കോ LDC, ഇനി അതുപോലെ തന്നെ 2020 LDC ഒക്കെ വരികയാണ്. സോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ടാലന്റിന്റെ ഏറ്റവും പുതിയ LDC റാങ്ക് ഫെയറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഏറ്റവും പുതിയ SCRT ഫാക്ടർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com ഒക്കെ തന്നെ ഈ ഒരു ബുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്തപോലെ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് 2 നിയമനങ്ങൾ. അതിലാദ്യത്തേത് സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിന്റെ മുഖ്യ പരിശീലകനെ പറഞ്ഞു. ആരാണ്? M ഷഫീഖ് ഹസനാണ്. കാര്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം പറഞ്ഞത് മറ്റൊരു നിയമനം, യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? അത് ഖാലിദ് എൽ ഇനാനി. ആരാണ്? ഖാലിദ് എൽ ഇനാനി ആണ്. ഇനി ഒരു കാര്യം കൂടി ഓർക്കുക, അറബ് മേഖലയിൽ നിന്നും ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം പറഞ്ഞു 300 കോടി രൂപ കടക്കുന്ന ആദ്യ മലയാള ചിത്രം ഏതാണ്? അത് ലോക ചാപ്റ്റർ 1.
അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? എം മുകുന്ദൻ. ആരാണ്? എം മുകുന്ദനാണ്. ദെൻ അതിനുശേഷം ഒരു പുരസ്കാരം പറഞ്ഞു, 2025 രസതന്ത്ര നൊബേൽ പറഞ്ഞു, 3 പേർക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും പറയുകയാണ്, ഈ നൊബേലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ എന്തായാലും ചെയ്തു തരാം. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, 2025 രസതന്ത്ര നൊബേൽ 3 പേർക്കാണ്. ഒന്നെന്ന് പറയുന്നത് സുസുമു കിറ്റാഗാവ, ദെൻ റിച്ചാർഡ് റോബ്സൺ, അതുപോലെ ഒമർ എം യാഗി. അപ്പോൾ ഈ 3 പേർക്കാണ് പുരസ്കാരം. അതിനുശേഷം ഒരു പേര് നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതായത് കാസിരംഗ ദേശീയോദ്യാനത്തിൽ പിറന്ന ആനക്കുട്ടിക്ക് എന്ത് ചെയ്തു? മായാബിനി എന്ന് പേര് നൽകി. ആരോടുള്ള ആദര സൂചകമായിട്ടാണ്? അതായത് ബോളിവുഡ് ഗായകനായിട്ടുള്ള സുബീൻ ഗാർഗിന്റെ സ്മരണയ്ക്ക്. കാരണം അദ്ദേഹത്തിന്റെ ആൽബത്തിലെ ഒരു ഗാനമാണ് എന്തെന്ന് പറയുന്നത്? മായാബിനി എന്ന് പറയുന്നത്. സോ അതുകൂടി ഓർക്കുക. ദെൻ അതിനുശേഷം തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചികിത്സയ്ക്കായിട്ട് ആശുപത്രികളിൽ വരുന്നവരെ രോഗികളെന്നല്ല, വേറെന്താണ് വിളിക്കേണ്ടത്? മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് വിളിക്കണമെന്ന ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഓക്കെ. ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് 2025 നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ പറഞ്ഞു. ബീഹാറാണ്. അതിനുശേഷം പറഞ്ഞത് നമ്മുടെ നവി മുംബൈ വിമാനത്താവളം ഒക്ടോബർ 8 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത കാര്യം പറഞ്ഞു. ആദ്യഘട്ടമാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം പറഞ്ഞത് വ്യോമസേനാ ദിനത്തിന്റെ വേദി അതെവിടെയാണ്? ഗാസിയാബാദ്. ഓക്കെ, ഗാസിയാബാദ് ആണ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? അമൻ സഹറാവത്തിനെ 1 വർഷത്തേക്ക് എന്ത് ചെയ്തു? ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ വിലക്കിയ കാര്യം പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മോട്ടറബിൾ റോഡ് നിലവിൽ വന്നത് എവിടെയെന്നാണ് ക്വസ്റ്റ്യൻ? കൊളംബിയ, ഇക്വഡോർ, ലഡാക്ക്, ബൊഗോട്ട. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്? മലാക്ക, ബരാട്ടാങ്, കക്കാന, ശ്രീവിജയപുരം. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025 വൈദ്യശാസ്ത്ര നൊബേൽ ജേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഈ വർഷം 3 പേർക്കാണ് കിട്ടിയത്. മേരി ഇ ബ്രൺഗോവ, അതുപോലെ തന്നെ ഷിമോൺ സഗാഗുച്ചി, അതുപോലെ തന്നെ ഫ്രെഡ് റാംസ്ഡെൽ. ഇവർക്ക് 3 പേർക്കുമാണ് കിട്ടിയത്. ഇതിൽ ഉൾപ്പെടാത്തത് ആര് മാത്രമാണ്? വിക്ടർ ആംബ്രോസ്. കാരണം വിക്ടർ ആംബ്രോസ് 2024 നൊബേൽ ജേതാവാണ്. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. രണ്ടാമത്തെ ചോദ്യം, 2025 ഒക്ടോബറിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിതനായത് ആരെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആരാണ്? സഞ്ജു സാംസൺ ആണ്. അപ്പോൾ സഞ്ജു സാംസണുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കേരള പുരസ്കാരം കിട്ടിയ ആദ്യത്തെ കായിക താരം, അതുപോലെ തന്നെ എന്താണ് കേരള പ്രീമിയർ ലീഗിൽ ഏറ്റവും വിലയേറിയ താരം. സോ ഇതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ഒക്ടോബർ 10 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.